ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജ്മി എന്നാണ്. ഞാൻ ബേസിക്കലി എൻ്റെ നാട് കൊല്ലമാണ്, പത്തനാപുരത്താണ്. ഇപ്പം ഞാനുള്ളത് UK-യിലാണ്. പിന്നെ ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. എൻ്റെ ആദ്യത്തെ ഒരു ഇൻട്രോ വീഡിയോ ആണിത്. എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത്. അതെനിക്ക് തോന്നും ആ കോവിഡ് വന്ന സമയം തൊട്ട് അന്ന് തൊട്ടേ എൻ്റെ ഉണ്ടായിരുന്നൊരാഗ്രഹമാണ് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് യൂട്യൂബിൽ തന്നെ ആയിരിക്കണം. അപ്പം പലരുടെയും വ്ളോഗ്സും ട്യൂട്ടോറിയൽ വീഡിയോസും കുക്കിംഗ് വീഡിയോസും ഒക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് സ്വന്തമായിട്ടൊരു ചാനൽ വേണം എന്നുള്ളത്. ഒരു 3-4 വർഷം കൊണ്ടുള്ള എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്കെന്തോ ഒരു കോൺഫിഡൻസ് കുറവോ എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇപ്പോൾ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയി എന്നല്ല, എന്നാലും ഞാൻ അതിനുവേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് ഇതുവരെ എടുത്തിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എടുക്കാം. ഈ ഓഫ് ഡേയ്സിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നിയതാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇതിപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ വെറുമൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമായിട്ടല്ല, ഞാൻ ജസ്റ്റ് ഒരു വലിയ കണ്ടൻറ്റൊന്നും അല്ല, എന്നാലും വെറുമൊരു ഇൻട്രൊഡക്ഷനിൽ ഒതുക്കേണ്ടെന്ന് വിചാരിച്ചത് കൊണ്ട് നമുക്ക് കണ്ണെഴുതുന്നൊരു വീഡിയോ കണ്ടിട്ട് പോകാം കുറച്ച് നേരം. പിന്നെ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട്, അതാണ് നമ്മുടെ കോൺഫിഡൻസ് കൊണ്ടുവരുന്നത് തന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണല്ലോ. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. പ്ലീസ് ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് കണ്ണെഴുതി നോക്കാം. ഞാനിവിടെ കണ്ണെഴുതാൻ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ സാധാ ഐലൈനറാണ് ഇത്. പിന്നെ ഞാൻ ഈ ഹിമാലയൻ്റെ ഒരു കാജലും, ഇത് രണ്ട് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ കണ്ണ് നോർമൽ എഴുതാറ്. ഞാൻ എന്താ പറയുക, മുകളിലും താഴെയും കണ്ണ് എഴുതാറില്ല, ഒക്കേഷണലി ഉള്ളൂ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് പോവുകയാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും പോവുകയാണെങ്കിൽ മുകളിലും താഴെ എഴുതില്ല. വർക്കിന് പോവാണ്, കോളേജിൽ പോകണമെന്നെങ്കിൽ നമ്മൾ താഴെ മാത്രമേ എഴുതൂ. ഇപ്പം നമുക്ക് മുകളിലും താഴെ എഴുതി നോക്കാം. അപ്പോൾ അതേ നമ്മൾ കണ്ണെഴുതാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ കണ്ണെഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചാൽ എൻ്റെ വായനങ്ങും കയ്യനങ്ങും ആകെ കുളവാകും, അവിടെ എല്ലാം മുഖം വൃത്തികേടാകും. അതുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. ഇതൊരു വല്ലാത്ത ടാസ്ക്കാണ് ഗൈസ്, ഈ കണ്ണെഴുത്ത്. പിന്നെ നമുക്ക് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ തട്ടിമുട്ടി എഴുതി പോന്നു. ഞാൻ എൻ്റെ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് തൊട്ട് കണ്ണെഴുതിയാണ് സ്കൂളിൽ പോകുന്നതും. എവിടെ പോയാലും നമ്മൾ കണ്ണും എഴുതും, ലിപ്സ്റ്റിക്കും ഇടും. വേറെ നമ്മുടെ ഒരുക്കം കഴിഞ്ഞു. അത് രണ്ടും ഇല്ലെങ്കിലും ഒരു 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 തൃപ്തിയില്ല ഗൈസ്. അപ്പം അങ്ങനെയാണ്. എനിക്കറിയാം ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഫസ്റ്റ് ഇൻട്രോ പറഞ്ഞപ്പോഴും പേര് പറഞ്ഞപ്പോഴും ഒന്നും വീഡിയോയ്ക്ക് ഒരു എനർജി ഇല്ല, ഒന്നിനും ഒരു ഊർജ്ജമില്ല. അതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ. ക്യാമറയിൽ നോക്കി സംസാരിക്കുമ്പോൾ അതൊരു ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ്. പതുക്കെ ഇതൊക്കെ സെറ്റാവണമല്ലോ, ആക്കുമല്ലോ. അതെ, അടുത്ത കണ്ണിലേക്ക് കടന്നിരിക്കുന്നു. ഈ കണ്ണ് എനിക്കൊരു ടാസ്ക്കാണ് ഗൈസ്. ഇപ്പുറത്തെ കണ്ണ് നമ്മൾ സ്മൂത്തായിട്ട് എഴുതും, ഈ റൈറ്റ് സൈഡിലെ കണ്ണ്. അതൊരു നമുക്കൊരു വാക്കുണ്ട്, പക്ഷേ ഇപ്പുറത്തെ കണ്ണെഴുതാൻ അത്ര വാക്കില്ല. ഇത്രയും വർഷമായിട്ട് എനിക്ക് ആ കണ്ണെഴുതാനൊരു വാക്കില്ല. എപ്പോഴും എനിക്ക് തെറ്റുമല്ല, ഇപ്പം അത് കാണാം ഇതിനകത്ത്. ഈ കണ്ണിൽ തിക്നെസ് കൂടുതലും, ഈ കണ്ണിൽ തിക്നെസ് കുറവും. എഴുതിപ്പോൾ അങ്ങനെ വരും, എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതേപോലെ സൈഡൊന്നും എഴുതാൻ പറ്റില്ല, ഒട്ടും വാക്കില്ല ഈ കണ്ണെഴുതാൻ. എന്നാലും നമ്മൾ ഒപ്പിക്കും. കണ്ടോ എൻ്റെ എക്സ്പ്രഷൻ കണ്ടോ? അതാണ് ആ തിക്നെസ്സിൻ്റെ വ്യത്യാസം വന്നതിൻ്റെ എക്സ്പ്രഷനാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. നമ്മളപ്പോൾ എന്ത് ചെയ്യും, ഈ കണ്ണിൽ കുറച്ച് തിക്നെസ് കൂട്ടിക്കൊടുക്കും. യെസ്, അങ്ങനെ. പിന്നെ നമുക്ക് എല്ലാവരും വീഡിയോസ് എല്ലാം കാണണം കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ ഇവിടുത്തെ നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാം. ഞാൻ പുറത്തൊക്കെ പോയിട്ട് ആ വ്ളോഗൊക്കെ ഇടാം. പിന്നെ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. പിന്നെ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്ന, ഷിഫ്റ്റിന് പോകുന്ന അവിടുത്തെ വിശേഷങ്ങൾ അറിയാം. ഈ UK-യിലെ സ്ഥലങ്ങൾ കാണാം. അങ്ങനെ ഇവിടുത്തെ ഫുഡ് കാണാം. അപ്പോൾ നമുക്ക് അങ്ങനത്തെ വെറൈറ്റീസ് ഓഫ് കുറേ വീഡിയോസ് നമുക്കിതിൽ കാണാം.
ഓ, അങ്ങനെ ഏകദേശം എൻ്റെ കണ്ണെഴുത്ത് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് വന്നിരിക്കുന്നു. നമ്മൾ താഴെ ഈ കാജൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ഐലൈനർ വെച്ചും കൂടെ ഡാർക്കൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് നിർത്തും. നമ്മൾ ഈ കാജൽ എഴുതിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഐലൈനർ എഴുതുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ അധികം ഒരുപാട് സ്പ്രെഡ് ചെയ്യത്തില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ കാജൽ മാത്രം നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും നമ്മുടെ കണ്ണിൻ്റെ താഴോട്ട് അതിങ്ങനെ പെട്ടെന്ന് തന്നെ സ്പ്രെഡാകും. ഇത് പക്ഷേ കുറേ നേരം നിൽക്കും കേട്ടോ ഇങ്ങനെയാണെങ്കിൽ. അതുകൊണ്ടാണ് ഈ ഐലൈനർ എഴുതുമ്പോൾ ഉള്ള ഗുണം. ഈ കാജലിൻ്റെ മണ്ടയ്ക്ക് ഐലൈനർ ഇടുമ്പോൾ അതങ്ങ് സെറ്റാവും കണ്ണിൽ. ഏകദേശം കണ്ണെഴുതി തീർന്നിട്ടുണ്ട്. ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കണ്ണ്. ഇപ്പം എത്ര പെർഫെക്റ്റ് എഴുതിയാലും എൻ്റെ ലെഫ്റ്റ് കണ്ണ് എനിക്ക് റൈറ്റ് കണ്ണ് എഴുതുന്ന അത്ര ഭംഗിയിൽ വരില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം, നമ്മുടെ കണ്ണല്ലേ. കഴിഞ്ഞെന്ന് തോന്നുന്നു. കഴിഞ്ഞില്ലേ? ഇല്ലില്ല, കറുപ്പിക്കാണ്. കഴിഞ്ഞു. അങ്ങനെ എൻ്റെ കണ്ണെഴുത്തൽ യജ്ഞം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഷോ ഓഫാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ, കൺപീലിയിലുണ്ട് ഒരു കൊട്ട ഐലൈനർ. എന്താ അറിയോ, ഞാൻ ആ മസ്കാര യൂസ് ചെയ്യാറില്ല. ഞാൻ ഐലൈനറും ഈ കാജൽ മാത്രമാണ് എൻ്റെ കണ്ണിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സാധാരണ കണ്ണ് എഴുതാറ്. ശരിക്കും ഇതൊരു കണ്ടൻറ്റായിട്ടൊന്നും ചെയ്തതല്ല. ഫസ്റ്റ് ഡേ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം ഇടണ്ടെന്ന് കരുതി മാത്രം ചെയ്തതാണ്. പിന്നെ എൻ്റെ ചില പേഴ്സണൽ ഫ്രണ്ട്സ് എന്നോട് ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, നീ എങ്ങനെയാണ് കണ്ണെഴുതുന്നത്, കാജൽ യൂസ് ചെയ്യുമോ അതോ ഐലൈനർ മാത്രമാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് മാത്രം ഇട്ടതാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തണമല്ലോ എന്ന് കരുതി മാത്രം ഇട്ടതാണ്. സോ ഇന്ന് തൊട്ട് എൻ്റെ കൊച്ചു വിശേഷങ്ങളും ഇവിടുത്തെ കൊച്ചു കാര്യങ്ങളും UK വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം. ഓക്കെ, ബൈ.